തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സത്യം പറയാം, നിങ്ങൾക്ക് പൊതുവേ ഈസി ലൈഫ് ആയിരിക്കില്ല. അവർക്ക് സ്ട്രഗിൾ വഴി മാത്രമേ ഗ്രോത്ത് എപ്പോഴും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരാളാണ്. മാർച്ച് മാസം നിങ്ങളെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. മെൻ്റലി ഇമോഷണലി ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പൊതുവേ ആൾക്കാർ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾ ഭയങ്കര ഇമോഷണലാണ്, ഇൻറ്റൻസ് ആണ്, പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. എന്നാൽ ഒരു ആരും പറയാത്തൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഭയങ്കര ഇടിവെട്ട് സ്വഭാവമുള്ളവരാണ്. നിങ്ങൾ കാമായിട്ടിരിക്കുമ്പോൾ എല്ലാം നോർമലാണ്, പക്ഷെ ട്രിഗർ ആയാൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ സർഫേസ് ലെവൽ ആളല്ല, എല്ലാം ഡീപ്ലി നല്ല രീതിയിൽ ആനലൈസ് ചെയ്യും. നിങ്ങൾക്ക് വേദന വന്നാൽ അത് നിങ്ങളെ വീക്ക് ആക്കില്ല, സ്ട്രോങ് ആക്കുകയുള്ളൂ. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരും, സെൽഫ് ഡിസ്ട്രക്ഷൻ തോട്ട്, എല്ലാം നശിപ്പിക്കണം എന്നുള്ള ചിന്ത വരും, എക്സ്ട്രീം റിയാക്ഷനും ഉണ്ടാവും. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ പവർ നന്നായിട്ടുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ്, ഇമോഷണൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾക്കൊരു റയർ കഴിവുണ്ട്, 0 നിന്ന് നിങ്ങൾക്ക് കംബാക്ക് ചെയ്യാൻ നന്നായിട്ട് പറ്റും. ഈ കഴിഞ്ഞ മാർച്ച് മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി എന്തായാലും ഫീൽ ചെയ്തു, കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ ജോബിൽ സ്ട്രെസ്സ്, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, വിചാരിക്കാതെയുള്ള എക്സ്പെൻസ്, ഫിനാൻഷ്യൽ പ്രഷർ, സേവിങ്സും കുറവായി, റിലേഷൻഷിപ്പിൽ ചതി, ട്രസ്റ്റ് ബ്രേക്ക്, ഇമോഷണൽ പെയിൻ ഉണ്ടാവും. ചിലർക്ക് ബാക്കപ്പ്, സെപ്പറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. മാനസികമായിട്ട് ഡിപ്രഷൻ തന്നെയായിരുന്നു, ദേഷ്യം വരുന്നു, ഒറ്റപ്പെട്ട ഒരവസ്ഥ. മാർച്ച് മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്തു, നിങ്ങളത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു, നിങ്ങളതിൽ സർവൈവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരും. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നും, പക്ഷെ പലപ്പോഴും ചേഞ്ച് കിട്ടിയെന്ന് തോന്നും, പക്ഷെ ചേഞ്ച് ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ബെറ്റർ ഡയറക്ഷൻ എന്തായാലും കിട്ടും. സ്ട്രഗിൾ കഴിഞ്ഞ് ഗ്രോത്ത് ഫേസ് കുറച്ച് കാണാൻ പറ്റും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് റിക്കവറി ഉണ്ടാവും. സാവധാന ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. പുതിയ ഏർണിംഗ് സോഴ്സ് എന്തായാലും കാണും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോക്കസ് എന്തായാലും തിരിച്ചു വരും. കോൺസെൻട്രേഷൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. എക്സാമിൽ നല്ല ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ടോക്സിക് ആളുകൾ ലൈഫിൽ നിന്ന് പോകും, ജെന്യൂൻ ആളുകൾ മാത്രം ബാക്കിയുണ്ടാവും. ചിലർക്ക് പുതിയ ഇൻറ്റൻസ് ലവ് എൻട്രി എന്താ ഉണ്ടാവും. ഇത് നോർമൽ ലവ് അല്ല, ഡീപ്പ് കണക്ഷൻ തന്നെ ആയിരിക്കും. ബിസിനസ് പരമായിട്ട് റിക്കവറി സ്പേസ് ആണ്, പുതിയ ഐഡിയാസ് ഉണ്ടാവും, ഗ്രോത്ത് സ്ലോലി ഉണ്ടാവും. ഏപ്രിൽ നിങ്ങളുടെ ഇന്നർ പവർ എന്തായാലും ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്ക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട്, അതായത് നിങ്ങളുടെ വേദന എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കും. നിങ്ങൾ ഇനി വീക്ക് ആകില്ല എന്നുള്ളൊരു വിചാരമൊക്കെ നിങ്ങൾക്കുണ്ടാവും, പക്ഷേ വീക്ക് ആകും. നിങ്ങളെ ഹേർട്ട് ചെയ്തവർ നിങ്ങളെ വീണ്ടും റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഒരു വാണിംഗ് നിങ്ങൾക്ക് തരാം, പഴയത് ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ അതിനെ ആലോചിച്ചിട്ട് ഇരിക്കും. അതെന്തായാലും ഇനി വിചാരിക്കുന്നത് തിരിച്ചു നടക്കാൻ പോകുന്നില്ല. ദേഷ്യം കൊണ്ട് റോങ് ഡിസിഷൻ എടുക്കരുത്. ഈ മാസം നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വേറൊരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. ഏപ്രിൽ മാസം നിങ്ങൾ റീബിൽഡ് ചെയ്യും. നിങ്ങൾക്കൊരു പുതിയ ചാൻസ് കിട്ടും. സ്ട്രോങ്ങർ വേർഷനായിട്ട് മാറാനുള്ള ഒരു ചാൻസ് കിട്ടുക. ഒരേ ഒരു അഡ്വൈസ്, വേദന ശക്തിയാക്കി മാറ്റുക. ഏപ്രിൽ അവസാനം നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ നിങ്ങളെ എന്തായാലും പേടിക്കും.